പ്രീതം പിന്നെ നീബായ്ക്ക് ഒരേ ഒരു മകൻ, പേര് നിപിൻ. ചെറുപ്പം മുതലേ അവരുടെ ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. പക്ഷെ അവന് വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മേ, ഞാൻ ഒരു ദിവസം തീർച്ചയായിട്ടും നിങ്ങളെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകും. ആഹാ, നീ കൂട്ടിക്കൊണ്ടുപോകും നിന്റെ സ്വപ്നത്തില്. എന്താ നിങ്ങൾ എപ്പോ നോക്കിയാലും അവനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു? ശരി, 35 വയസ്സായി നിനക്ക്. ഇപ്പോഴും നീ അച്ഛന്റെ അമ്മേന്റെ കാശിലാണ് കഴിക്കുന്നത്. ഇതിന് പകരം നിനക്ക് എവിടെയെങ്കിലും പോയി ചത്തൂടെ? പക്ഷെ അച്ഛാ, ഞാൻ ഇപ്പോഴും ജോലി തേടിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെയാണോ? എവിടെ? ആ ചീത്ത പിള്ളേരുടെ കൂടെയാണോ നീ പറയുന്നത്? എനിക്ക് എല്ലാം അറിയാം. നീ ഇന്റർവ്യൂ പോവാന്ന് പറഞ്ഞിട്ട് നിന്റെ പിള്ളേരുടെ കൂടെ നീ ടൂര് ചുറ്റല്ലേ, ശരിയല്ലേ? ഇല്ല അച്ഛാ, ഞാൻ ഇന്റർവ്യൂവിനാണ് പോകുന്നത്. അങ്ങനെയാണോ? എന്നാ നീ പോയ ആഴ്ച തിങ്കളാഴ്ച നീ എവിടെ പോകുന്ന പറഞ്ഞത്? ഇന്റർവ്യൂ പോവാന്നല്ലേ പറഞ്ഞത്. അപ്പൊ നീ മാർക്കറ്റിലെ കുമാറിന്റെ കൂടെ എന്ത് ചെയ്യായിരുന്നു? മാർക്കറ്റിൽ ഞങ്ങൾ ഇന്റർവ്യൂ പോയിട്ട് വന്നതിന് ശേഷമാണ് പോയത്. വേറെ എന്തെങ്കിലും കാരണം പറ. നിന്റെ വയസ്സിൽ ഈ മൊത്തം വീട് ഞാനാണ് നോക്കിയത്. പക്ഷെ നീയോ 10 പൈസക്ക് പ്രയോജനമില്ലാത്തവനാണ്. നിനക്കൊരു പെണ്ണു പോലും കിട്ടില്ല. നീ ഒരു മണ്ടനാണ്. റിതം വഴക്കു പറഞ്ഞത് കേട്ട് ബിപിൻ സങ്കടത്തോടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്താടാ, നിന്റെ അച്ഛൻ വീണ്ടും തന്നെ ചീത്ത പറഞ്ഞോ? ആ, നിന്നെയും ചീത്ത പറഞ്ഞോടാ. ലോകത്തിലുള്ള എല്ലാ അച്ഛനും ഇതുപോലെ തന്നെയാടാ പറയുക. എന്റെ അച്ഛനും നിന്നെ ഇതുപോലെയാ ചീത്ത പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ രാത്രി ആയാലേ വീട്ടിലേക്ക് പോവുള്ളൂ. എന്റെ അച്ഛൻ എണീക്കുന്നതിനുള്ളിൽ ഞാൻ പിന്നെയും വീട്ട് വിട്ട് പുറത്തു പോവും. ഞാൻ വളരെ സന്തോഷമായിട്ടുണ്ടടാ. ശരിയാണ്, ഞാൻ എന്റെ വീട്ടിൽ ഇതുപോലെ ചെയ്താലേ ശരിയാവുള്ളൂ. നാളെ എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്. ജോലി തീർച്ചയായിട്ടും കിട്ടുമെന്ന് തോന്നുന്നു. അച്ഛനടുത്തുനിന്ന് ചീത്തയും വാങ്ങാൻ പാടില്ല. ഓൾ ദ ബെസ്റ്റ് സുഹൃത്തേ. അടുത്ത ദിവസം ബിപിൻ ഇന്റർവ്യൂവിനായി പോയി. ഇന്റർവ്യൂവിൽ ബിപിൻ എല്ലാരെയും വളരെ ഇംപ്രസ് ചെയ്തു. ബിപിൻ തന്റെ കൂട്ടുകാരന് ഫോൺ വിളിച്ചു. ഇന്നത്തെ ഇന്റർവ്യൂ വളരെ നന്നായിട്ട് പോയിട്ടുണ്ടടാ. കുറച്ചു നേരത്തിൽ അവര് അനൗൺസ് ചെയ്യൂ ആരാണ് സെലക്ട് ആയതെന്ന്. നീ ഒന്നും പേടിക്കണ്ട, തീർച്ചയായിട്ടും നിന്റെ ജോലി കൺഫേം ആവും. താങ്ക് യു അളിയ. ബിപിൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു തന്റെ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് എന്താ എന്ന് അറിയാനായി. കുറച്ചു സമയത്തിനു ശേഷം സെക്രട്ടറി അവിടേക്ക് വന്നു. അവർ വന്ന് 2 പേരുടെ പേര് പറഞ്ഞു. അതിൽ ബിപിന്റെ പേര് ഇല്ലായിരുന്നു. ബിപിന് വിഷമമായി. അവൻ സങ്കടത്തോടെ ബീച്ചിനെ നോക്കി നടന്നു ചെന്നു. എനിക്കെന്താ ജോലി കിട്ടാത്തത്? എന്റെ അടുത്ത് എന്താ പ്രശ്നമുള്ളത്? എന്റെ അച്ഛനടുത്ത് ചീത്ത കേട്ട് എനിക്ക് മതിയായി. അദ്ദേഹം പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എനിക്കും വയസ്സ് 35ന്റെ മേലെയായി. എത്ര വയസ്സായിട്ട് അദ്ദേഹത്തിന് വീട് നോക്കാൻ പറ്റും? ഞാൻ എന്തെങ്കിലും ആലോചിച്ചേ പറ്റുള്ളൂ. ബിപിൻ തന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചു. അപ്പോഴാണ് അവൻ തൊട്ടടുത്ത് ശ്രദ്ധിച്ചത്. അവിടെ കുറച്ചുപേർ കപ്പലണ്ടി വിറ്റുകൊണ്ടിരുന്നു, കുറച്ചുപേർ പോപ്കോൺ വിറ്റുകൊണ്ടിരുന്നു. നമ്മളെക്കാട്ട് ഇവരാണ് നന്നായിട്ട് ജീവിക്കുന്നത്. അത്ര അളവിന് പഠിച്ചിട്ടുണ്ടാവില്ല, എന്നാൽ അവര് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു വ്യാപാരം തുടങ്ങിയേ പറ്റുള്ളൂ, നടത്തണം. ബിപിൻ ഒരു പുതിയ തീരുമാനം എടുത്തു. അവൻ ആലോചിച്ചു. ഞാൻ ഉണ്ടാക്കുന്ന പിസ്സ എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്കെന്താ ഒറ്റയ്ക്ക് ഒരു പിസ്സ ഉണ്ടാക്കിയാലോ? നല്ല ഐഡിയ തന്നെ. റോട്ടിൽ തന്നെ കടായി പിസ്സ ഉണ്ടാക്കാം. നല്ല പൈസയും കിട്ടും. ബിപിൻ വീട്ടിലേക്ക് പോയി. അവൻ തന്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു. അച്ഛാ, അമ്മേ, ഞാൻ കുറെ സ്ഥലത്ത് പോയി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എവിടെയും ജോലി കിട്ടുന്നില്ല. ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു വ്യാപാരം തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു. എന്ത് വ്യാപാരം? പിസ്സ വെക്കുന്ന തട്ടുകട, കടായി പിസ്സ. നീ എന്താ റോട്ടിൽ നിന്നിട്ട് പിസ്സ വിൽക്കാൻ പോവുകയാണോ? ഇതിലെന്താ തെറ്റുള്ളൂ വെച്ചാ? എല്ലാ വിജയിച്ച വലിയ ആൾക്കാരും അവര് തുടങ്ങിയത് ചെറുതിൽ നിന്നാണ്. അക്ഷയ് കുമാർ ഒരു ചൈനീസ് റെസ്റ്റോറന്റിൽ ചെഫാണ്. നമ്മുടെ നാട്ടിന്റെ PM വന്നിട്ട് ഒരു ചായക്കാരനായിരുന്നു. അവർക്ക് നടന്നതിൽ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ നിനക്ക് സംഭവിക്കും നീ എങ്ങനെയാ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ഛാ. അവര് ചെറുതിൽ തുടങ്ങിയിട്ട് വലുതാക്കുമ്പോൾ എന്നെ കൊണ്ട് അതുപോലെ ചെയ്യാൻ പറ്റും. നീ ഒന്നും മിണ്ടാതെ പോയി ജോലി തേട്. തട്ടുകട ആക്കട എന്ന് പറഞ്ഞിട്ട് പറയല്ലേ. ഇല്ല അച്ഛാ, എന്റെ ഡിസിഷൻ ഫൈനലാണ്. ഞാൻ നാളെ തന്നെ കട തുറക്കാൻ പോവുകയാണ്. നീ ആദ്യം തന്നെ എല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളോട് നീ ചോദിക്കുന്നത്? ബിപിന്റെ അച്ഛൻ വളരെ ദേഷ്യത്തോടെ അവിടെ നിന്നും തന്റെ റൂമിലേക്ക് പോയി. ഞാൻ നിന്റെ കൂടെ ഉണ്ട് മോനെ. നിനക്ക് ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിയാൽ നീ തീർച്ചയായും അത് ചെയ്തു നോക്കുമോനെ. ബിപിന്റെ അമ്മ അവനെ പ്രോത്സാഹിപ്പിച്ചു.
പക്ഷെ അവന്റെ അച്ഛൻ നാട്ടിലെ ജനങ്ങൾ എന്തു പറയുമെന്ന് ആലോചിച്ച് വിഷമിച്ചു. പ്രീതമിന്റെ മകൻ റോട്ടിൽ പിസ്സ വിൽക്കുന്നെന്ന് പറയുമെന്ന് ആലോചിച്ചു. ബിബിൻ പക്ഷേ കാശ് ഉണ്ടാക്കണമെന്ന് മാത്രമാണ് ആലോചിച്ചത്. അടുത്ത ദിവസം തന്നെ അവൻ കോളേജിന്റെ മുൻപിലായി ഒരു പിസ്സ സ്റ്റോൾ തുടങ്ങി. അവൻ തന്റെ ഗ്യാസിന്റെ മുകളിൽ ഒരു കടായി വെച്ച് അതിൽ പിസ്സ ചെയ്തുകൊണ്ടിരുന്നു. അത് കണ്ട് ഒരുപാട് യങ്സ്റ്റേഴ്സ് അവിടേക്ക് വന്നു. ഇത് എന്തു പിസ്സയാണ്? ഇത് കടായി പിസ്സയാണ്. എനിക്കൊന്ന് തരൂ. ആ ലേഡിക്ക് ആ പിസ്സ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൾക്കു പുറകിലായി അവർ ഓരോരുത്തരായി പിസ്സ ഓർഡർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ബിബിൻ പിസ്സ ചെയ്തുകൊണ്ടേയിരുന്നു. ബിബിന് ഒരുപാട് സന്തോഷമായി. ആദ്യ ദിവസം തന്നെ അവൻ നല്ല ബിസിനസ് ചെയ്തു. പിന്നെ 1000 രൂപ സമ്പാദിക്കുകയും ചെയ്തു. ബിബിൻ വീട്ടിലേക്ക് ചെന്ന് തന്റെ അമ്മയുടെ കയ്യിൽ ആ കാശ് നൽകി. അമ്മേ, എന്റെ ആദ്യത്തെ വരുമാനമാണ്. വളരെ നല്ലത് മോനെ. എനിക്ക് നിന്റെ മേലിൽ വലിയ വിശ്വാസമാണ്. നിന്നെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിബിന് അവന്റെ അമ്മയുടെ ആശീർവാദം കിട്ടി. അടുത്ത ദിവസം മുതൽ ബിബിൻ വളരെ സന്തോഷത്തോടെ അവന്റെ ജോലി ചെയ്യാൻ തുടങ്ങി. അവൻ ഒരുപാട് സമയം തന്റെ സ്റ്റാൾ തുറന്നു വെച്ചിരുന്നു. അവൻ സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പുതിയ പുതിയ രീതിയിലുള്ള പിസ്സകൾ ചെയ്തു. അതായത് ചീസി ചിപ്സ് പിസ്സ, ഗാർലിക് സാസ് പിസ്സ. അവന്റെ ഈ പുതിയ ഐഡിയകൾ കാരണം അവന്റെ ബിസിനസ് നല്ല രീതിയിൽ പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബിബിൻ തന്റെ കടയിൽ ഒരു ഹെൽപ്പറിനെ വെച്ചു. ബിബിന്റെ ഈ പിസ്സകളൊക്കെ ഒരുപാട് ഫേമസ് ആയത് കാരണം അവന് വലിയ വലിയ പാർട്ടികളിൽ നിന്നും ഓർഡർ ലഭിക്കാൻ തുടങ്ങി. പിന്നീട് എന്താ, ദിവസങ്ങൾ പോകുന്തോറും ബിബിന്റെ വരുമാനം അധികരിച്ചുകൊണ്ടേയിരുന്നു. ബിബിന്റെ ആ ചെറിയ ഫുഡ് സ്റ്റാൾ പതുക്കെ പതുക്കെ ഒരു വലിയ റെസ്റ്റോറന്റായി മാറി. പിന്നെ ആ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവൻ തന്റെ അച്ഛനെ ക്ഷണിച്ചു. അച്ഛാ, റിബൺ കട്ട് ചെയ്യൂ. റിബൺ കട്ട് ചെയ്ത ഉടൻ തന്നെ അവന്റെ അച്ഛന്റെ കണ്ണുകളിൽ നിന്നും വെള്ളം നിറഞ്ഞൊഴുകി. അദ്ദേഹം തന്റെ മകനെ കെട്ടിപ്പിടിച്ചു. എനിക്ക് നിന്റെ മേലെ അത്ര വിശ്വാസം ഇല്ലായിരുന്നു മോനെ. പക്ഷെ നീ ഇത്ര വലിയ ആളാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ നീ ആരാണെന്ന് കാണിച്ചു മോനെ. എന്നോട് നീ ക്ഷമിക്കണം മോനെ. ഒരു തെറ്റുമില്ല അച്ഛാ. എന്റെ വിജയത്തിന്റെ മൂലകാരണം നിങ്ങളും ഒരാളാണ് അച്ഛാ. അച്ഛൻ എങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു വലിയ ആളായിട്ട് വന്നിട്ടുണ്ടാവോ? കുറച്ചു വർഷങ്ങൾക്കകം തന്നെ ബിബിൻ ഒരുപാട് റെസ്റ്റോറന്റുകൾ ഓപ്പൺ ചെയ്തു. അവൻ ഒരു പുതിയ വീടും വാങ്ങി. പിന്നീട് ഒരു ദിവസം അവൻ അവന്റെ അച്ഛനെയും അമ്മയും കൊണ്ട് ഫ്ലൈറ്റിൽ ലോകം മൊത്തം ചുറ്റിക്കാണിച്ചു. കണ്ടില്ലമ്മേ, എന്റെ സ്വപ്നം ഇന്ന് നടന്നു കഴിഞ്ഞു. പൂർത്തീകരിച്ചല്ലേ പറ്റൂ. തീർച്ചയായും അത് നടക്കുമെന്ന് എനിക്കറിയാം. ആമേ, പക്ഷേ അച്ഛനാണ് എന്റെ മേലെ അത്ര വിശ്വാസമില്ലായിരുന്നു. ലോകം എന്ത് വിചാരിക്കുന്നു പറഞ്ഞിട്ട് എന്റെ അച്ഛൻ അത്ര എന്റെ മേലെ വിശ്വാസമില്ലായിരുന്നു. എനിക്ക് ആ നാണക്കേട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, ലോകം മുഴുവനും നിന്റെ പേര് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. നിന്റെ അച്ഛനായിട്ടുള്ളതില് എനിക്ക് വളരെ സന്തോഷമുണ്ട് മോനെ. ഇതല്ലാതെ വേറെ എന്താണ് എനിക്ക് വേണ്ടത്? ബിബിൻ ഒരുപാട് സന്തോഷിച്ചു. കാരണം അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്റെ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുന്നു. അവന്റെ അച്ഛനും അമ്മയും അവനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ലോകത്തിൽ ആര് തന്നെ നമ്മളെ എതിർത്താലും നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ അത് തീർച്ചയായും വിജയിക്കാൻ പറ്റും.